إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اتقوا الله عباد الله ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് അമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ.
മരണസമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്ന യഥാർത്ഥ മുവഹ്ഹിദീങ്ങളിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് തന്റെ മകനെ കുറിച്ച്, അതല്ലെങ്കിൽ മകളെ കുറിച്ച്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പേടിയില്ലാത്ത, ആശങ്കകളില്ലാത്ത, അവരുടെ മോശമായ പ്രവർത്തനങ്ങളെ കുറിച്ചോർത്ത് കരയാത്ത, അവരുടെ മോശമായ കൂട്ടുകെട്ടിനെ കുറിച്ചോർത്ത് ഉറക്കമൊഴിയാത്ത രക്ഷിതാക്കള് എന്റെ മുന്നിൽ ഉണ്ടായിരിക്കുകയില്ല. അങ്ങനത്തെ രക്ഷിതാക്കള് നമ്മുടെ കൂട്ടത്തിലുണ്ടാകും, നമ്മുടെ സമൂഹത്തിലുണ്ടാകും. മകനാകട്ടെ മകളാകട്ടെ, ഇന്ന് രക്ഷിതാക്കൾക്കുള്ള പരാതികൾ എന്ന് പറയുന്നത്, എന്റെ മക്കൾ കൃത്യമായി നമസ്കരിക്കുന്നില്ല, വിശുദ്ധ ഖുർആനിന്റെ ഒരു പേജ് പോലും പാരായണം ചെയ്യാൻ അവർക്ക് സമയമില്ല, ബാപ്പയെയും ഉമ്മയെയും അനുസരിക്കുന്നില്ല, ചീത്ത കൂട്ടുകെട്ട് അവർ അവസാനിപ്പിക്കുന്നില്ല, അവർ കൂടുതൽ കൂടുതൽ മൊബൈൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട്, ലഹരിക്കടിമയായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പരാതികൾ പറയുന്ന രക്ഷിതാക്കളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മുക്തമായ സ്വാലിഹായ ഒരു മകനെ, സ്വാലിഹത്തായ ഒരു മകളെ ആഗ്രഹിക്കാത്ത രക്ഷിതാക്കൾ ഉണ്ടാവുകയുമില്ല. പിന്നെന്തുകൊണ്ട് മക്കൾ ഇങ്ങനെയാകുന്നു? ഞാനും നിങ്ങളും രക്ഷിതാക്കൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇൻഷാ അല്ലാഹ് എന്ന് സൂചിപ്പിക്കുന്നത്. ആ നമ്മുടെ മക്കളെ എപ്രകാരം സ്വാലിഹീങ്ങളാക്കി, നല്ല മക്കളാക്കി നമുക്ക് വളർത്താൻ സാധിക്കും, അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടേ എന്ന് പോകാൻ പറ്റുള്ളൂ. അതെന്നറിയോ? ഒന്നാമത്തെ വിഷയം, ഈ മക്കൾ എന്ന് പറയുന്നത് അല്ലാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്, അതുപോലെ തന്നെ പരീക്ഷണമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇദാ മാത ഇബ്നു ആദം ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ 3. ഒരാൾ മരണപ്പെട്ടാൽ 3 കാര്യങ്ങൾ ഒഴിച്ച് എല്ലാം മുറിഞ്ഞു പോകുന്നതാണ്. നമുക്കറിയാവുന്ന ഹദീസാണ്. സദഖത്തുൻ ജാരിയ, ജീവിതത്തിൽ അവൻ ചെയ്ത നിലനിൽക്കുന്ന സദഖകളാണ്. ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, അവന് ഉപകാരപ്പെടുന്ന അറിവാണ് രണ്ടാമതായി പറഞ്ഞത്. ഇനി മൂന്നാമതായി റസൂൽ പറയുന്നതാണ് ഏറ്റവും വലിയ സമ്പത്ത്, ഇഹലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരപ്പെടേണ്ടത്. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകനാണ്, അതല്ലെങ്കിൽ മകളാണ്. നമ്മൾ ആലോചിക്കുക, ഇന്ന് മക്കളുള്ള നമ്മള്, നമുക്ക് ഇഹലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന മക്കളെയാണോ നമ്മൾ വാർത്തെടുത്തിട്ടുള്ളത്? ആ രൂപത്തിൽ അവരെ കൊണ്ട് പ്രയോജനമുണ്ടോ? ഇല്ലെങ്കിൽ ഈ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അതിലൊന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന തന്നെയാണ് സഹോദരങ്ങളെ. മക്കളുണ്ടാകുന്നതിന് മുമ്പ് ആളുകൾ പ്രാർത്ഥിക്കും, അല്ലാഹുവേ കുട്ടിയെ തരണേ. അവിടെ സ്വാലിഹ് എന്ന് പറയാൻ, സ്വാലിഹത്ത് എന്ന് പറയാൻ പല ആളുകളും മറന്നു പോകാറുണ്ട്. എന്റെ കുട്ടിയെ സ്വാലിഹാക്കണേ എന്ന് എത്ര രക്ഷിതാക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും.
മസ്ജിദുൽ ഹറമിലെ ഇമാം സുദൈസ്, എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു പ്രഭാഷണത്തിലോ അതല്ലെങ്കിൽ ഇന്റർവ്യൂയിലോ ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. അവരുടെ ഉമ്മ പ്രാർത്ഥിച്ചിരുന്നു, എന്റെ മകനെ ഹാഫിളാക്കണം, മാത്രമല്ല മസ്ജിദുൽ ഹറമിൽ ഇമാമാക്കണമെന്ന്. അള്ളാഹു ആ പ്രാർത്ഥന കേട്ടു. പക്ഷെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ രക്ഷിതാക്കൾ ശാപപ്രാർത്ഥന നടത്താറുണ്ട്. നീ അങ്ങനെയാകണം ഇങ്ങനെയാകണമെന്ന് പറഞ്ഞുകൊണ്ട്. ആ ശാപപ്രാർത്ഥന ഒരിക്കലും നമ്മൾ നടത്താൻ പാടില്ല എന്നുള്ളതാണ്. അത് ഫലിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നല്ലത് മാത്രം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. 3 ദുആഇനെ സംബന്ധിച്ച് പറഞ്ഞു, 3 പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും. ലാ ശക്ക ഫീഹിന്ന, അതിൽ യാതൊരു സംശയവുമില്ല. അതിലൊരു പ്രാർത്ഥന ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥനയാ. വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. പിന്നെ പ്രവാചകൻ പഠിപ്പിച്ചു ദഅവത്തുൽ വാലിദി ലിവലദിഹി, ഒരു ഉമ്മ ഒരു ഉപ്പ തന്റെ മകന് വേണ്ടി മകൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹു തട്ടി മാറ്റുകയില്ല. അത് 3നും അള്ളാഹു ഉത്തരം നൽകും. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മുടെ മക്കൾ മോശമായ രീതിയിലാണെന്ന് വളർന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക. അതല്ലേ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബാ, അല്ലാഹുവേ നീ എനിക്ക് നല്ല ഒരു സന്താനത്തെ നൽകണേ. ഇന്നക സമീഉദ് ദുആ, നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ റബ്ബേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, എനിക്ക് സാലിഹീങ്ങളായ മക്കൾ അല്ലാഹുവേ നീ നൽകണേ. അതുപോലെ തന്നെ സത്യവിശ്വാസികളുടെ പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ, ഞങ്ങളുടെ ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും മക്കളിൽ നീ കൺകുളിർമ നൽകണേ റബ്ബേ. വഅസ്ലിഹ് ഫീ ദുരിയതി, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ റബ്ബേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും പ്രാർത്ഥിച്ചു, റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്ത് വമിൻ ദുരിയതി, എന്നെയും എന്റെ മക്കളെയും നീ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിലാക്കണേ. അപ്പൊ നമ്മൾ രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ വിഷയം, ആത്മാർത്ഥമായി മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ മക്കൾ നല്ല വഴിയിലേക്ക് വന്നുപോകും. ഇല്ലെങ്കിലോ അവരങ്ങനെ മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കും. ഇനി രണ്ടാമത്തേത്, മക്കൾക്ക് ഏറ്റവും നല്ല മാതൃകയായി തീരുക. ആര്? രക്ഷിതാക്കൾ. പണ്ഡിതന്മാര് പറയുന്നുണ്ട്, അൽ അബ്നാഉ സിർറു അബീഹിം, മക്കൾ അവരുടെ മാതാപിതാക്കളുടെ രഹസ്യമാണ്. അവർ നല്ല വാക്ക് ഉപയോഗിക്കുന്നുണ്ടോ, മക്കൾ നല്ല വാക്ക് ഉപയോഗിക്കുന്നവരാകും. അവർ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ, മക്കളും അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാകും. അവർ 5 നേരം പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നുണ്ടോ, മക്കളും 5 നേരം പള്ളിയിൽ വന്ന് നമസ്കരിക്കും. അവര് ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടോ, മക്കളും ഖുർആൻ പാരായണം ചെയ്യും. എന്നാൽ ബാപ്പ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ, പുകവലിക്കുന്നുണ്ടോ, എപ്പോഴും മൊബൈലില് ഷോർട്സും റീൽസും ഒക്കെ കാണുന്നുണ്ടോ, ഇശാ മഗ്രിബിനിടയിൽ സീരിയലും സിനിമയും കാണുന്നവരാണോ? എന്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ ചെയ്താലും അത് കോപ്പി ചെയ്ത് അനുകരിക്കുന്നത്, ഇമിറ്റേറ്റ് ചെയ്യുന്നത് നമ്മുടെ മക്കളാണ്. പുരുഷന്മാർക്ക് ഫർള് നമസ്കാരം പള്ളിയിൽ വന്ന് തന്നെ നിർബന്ധമായിട്ട് നമസ്കരിക്കണം. സുന്നത്ത് നമസ്കാരങ്ങൾ ഏറ്റവും ഹൈർ വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നതാണ്. നമ്മൾ നമസ്കരിക്കുമ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങൾ വന്ന് നമ്മുടെ അടുത്ത് നിന്ന് മുസ്ലിട്ട് നമസ്കരിക്കാറുണ്ട്. എന്താ അവർ കാണുന്നത്? നമ്മൾ നമസ്കരിക്കുന്നത്.
ഒരാൾ വീട്ടിലേക്ക് പിരിവിന് വന്നാൽ ആട്ടിയോടിക്കുന്നതാണ് നമ്മുടെ മക്കൾ കണ്ടതെങ്കിൽ ഭാവിയിൽ അവരും അത്തരം ആളുകളെ ആട്ടിയോടിക്കും. കയ്യിലുള്ള 10-20 രൂപ നമ്മൾ കൊടുക്കുന്നത് ആ മക്കൾ കണ്ടാൽ അത് കണ്ടാണ് അവർ വളരുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, മാ മിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര. ഓരോ കുട്ടിയും ശുദ്ധ പ്രകൃതിയോട് കൂടിയിട്ടാണ് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. فأبواه يهودانه أو ينصرانه أو يمجسانه. അവനെ യഹൂദിയാക്കുന്നതും നസ്രാനിയാക്കുന്നതും മജൂസിയാക്കുന്നതും തന്റെ രക്ഷിതാക്കളാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണോ വീട്ടിൽ അത് കണ്ടാണ് ആ കുട്ടികൾ അനുകരിക്കുന്നത്. നമ്മൾ ഒന്നാമതായി പറഞ്ഞത് ആത്മാർത്ഥമായി നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 2, ഏറ്റവും നല്ല മാതൃകയായി തീരുക. ഇനി മൂന്നാമത്, നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകാൻ രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരെ ഏറ്റവും നല്ല സ്വാലിഹീങ്ങളായ സംഘങ്ങളുടെ കൂടെ ചേർക്കുക എന്നുള്ളതാണ്. നമ്മുടെ സംഘം, നമ്മുടെ കൂട്ടുകാർ നല്ലവരായിരിക്കാം, പക്ഷെ നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് പലപ്പോഴും രക്ഷിതാക്കൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, അർറുജുലു അലാ ദീനി ഖലീലിഹി. ഒരു വ്യക്തി തന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. ആരോടാണ് അവൻ കൂട്ടുകൂടുന്നതെന്ന് ശ്രദ്ധിക്കണം ട്ടോ. തന്റെ കൂട്ടുകാരൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഇവൻ ലഹരി ഉപയോഗിക്കുന്നവനായി മാറും. കള്ള് കുടിക്കുന്നവനാണെങ്കിൽ കള്ള് കുടിക്കുന്നവനായിട്ട് മാറും. എന്ത് തിന്മ ചെയ്യുന്ന ആളുകളോടുകൂടി കൂട്ടുകൂടിയാൽ അവൻ അനുകരിക്കുന്നത് തന്റെ കൂട്ടുകാരനെയാണ്. എന്നാൽ നല്ല കൂട്ടുകെട്ടാണെങ്കിലോ, നമസ്കരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദഅവത്ത് ചെയ്യുന്ന ഒരാളാണ് കൂട്ടുകാരനെങ്കിൽ, ഏറ്റവും നല്ല സ്വദീഖാണെങ്കിൽ ഇവനും അങ്ങനെ ആയി മാറുമെന്ന അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വകൂനൂ മഅസ്സാദിഖീൻ. സത്യം പറയുന്ന നല്ല ആളുകളുടെ കൂടെ നിങ്ങളായി മാറണം. അതുകൊണ്ടാണ് പ്രവാചകൻ 2 ഉപമ നമ്മെ പഠിപ്പിച്ചത്. നല്ല കൂട്ടുകാരന്റെ ഉപമ എന്ന് പറയുന്നത് ഒരു അത്തർ വിൽപ്പനക്കാരനെ പോലെയാണ്. അവന്റെ കൂടെ കൂടി എന്ത് ഗുണം? ഒന്നുകിൽ അവൻ ഫ്രീ ആയിട്ട് നൽകും, അതല്ലെങ്കിൽ നമുക്ക് പണം കൊടുത്തു വാങ്ങാം. എന്തായാലും നമുക്ക് നല്ല സുഗന്ധമായിരിക്കും ആസ്വദിക്കാൻ കഴിയാം. ചീത്ത കൂട്ടുകാരനോ അവൻ കൊല്ലപ്പണിക്കാരനെ പോലെയാണ്. അതിൽ നിന്ന് തെറിക്കുന്ന തീപ്പൊരി ശരീരത്തിലും വസ്ത്രത്തിലും പാടുകൾ സൃഷ്ടിക്കും. ചീത്ത കൂട്ടുകാരനുണ്ടെങ്കിൽ നമ്മുടെ മക്കളും ചീത്ത പ്രവർത്തനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഏറ്റവും സ്വാലിഹീങ്ങളായ സംഘങ്ങളുടെ കൂടെ നമ്മൾ നമ്മുടെ മക്കളെ ചേർക്കുന്നുവോ അവര് നന്നായി തീരും. അതാണ് നമ്മൾ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത്. ഇനി 4ാമത്തെ വിഷയം, നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം നമ്മൾ നൽകണം. ഒരു അധ്യാപകനുണ്ടായിരുന്നു. ആ അധ്യാപകൻ 4 മക്കളുണ്ട്. അതിൽ ഒരാൾ ഡോക്ടറാണ്, ഒരാൾ എഞ്ചിനീയറാണ്, ഒരാൾ IT പ്രൊഫഷണലാണ്, ഒരു മകളുണ്ട്, പിന്നെ ജോലിയില്ല. 4 മക്കളാണ്. അദ്ദേഹം മരണപ്പെട്ടു. മയ്യത്ത് നമസ്കരിക്കാൻ ആൺമക്കളായ ഡോക്ടർക്കോ എഞ്ചിനീയർക്കോ IT പ്രൊഫഷണലിനോ സാധ്യമല്ല. അവർക്ക് കഴിയുന്നില്ല പള്ളിയിലുള്ള മൗലവിയ ഇമാമ നിന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്നറിയോ? അധ്യാപകനായ പിതാവ് 10-15 വർഷം ഒരുപാട് പണം മുടക്കി തന്റെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ
അതവന് ഇഹലോകത്തിലും പരലോകത്തിലും ഉപകാരപ്പെട്ടില്ല. ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ എതിര് പറയില്ലട്ടോ, കൊടുക്കണം. അതിന്റെ കൂടെ 5 മിനിറ്റ് 10 മിനിറ്റ് അവർ മാറ്റിവെച്ചിരുന്നുവെങ്കിൽ ഒരു മയ്യിത്ത് നമസ്കാരത്തിന്റെ കർമ്മങ്ങളും റുക്നുകളും പഠിക്കാൻ അവർക്ക് സാധ്യമായിരുന്നു. 10-15 വർഷം എല്ലാ വിദ്യാഭ്യാസങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും. പക്ഷേ ദീനീപരമായ അറിവ് നേടാൻ ഇന്ന് ആളുകൾ സമയം കണ്ടെത്തുന്നില്ല. 1-2-3 മിനിറ്റുകൾ കൊണ്ട് അവസാനിക്കുന്ന മയ്യിത്ത് നമസ്കാരം പഠിക്കാൻ 1 മിനിറ്റ് മാത്രം മതി. നമ്മുടെ മക്കൾക്ക് നമ്മൾ മതവിദ്യാഭ്യാസം നൽകണം. ഹൈഡ്രജനും ഓക്സിജനും 2:1 എന്ന അനുപാതത്തിൽ കൂടി ചേർന്നാൽ വെള്ളമുണ്ടാകുമെന്ന അറിവ് ഭൗതിക അറിവാണ്. പക്ഷേ ആ വെള്ളം ദാഹിച്ചു വലഞ്ഞ ഒരു പൂച്ചക്കോ ഒരു നായ്ക്കോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ അവന് സ്വർഗമുണ്ട്, അവന് പ്രതിഫലമുണ്ട് എന്ന് ഇസ്ലാമികപരമായിട്ടുള്ള അറിവാണ്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഈ അറിവ് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൈമാറുന്നുവോ എങ്കിൽ രക്ഷിതാക്കളായ നമുക്ക് ഇഹലോകത്തും പരലോകത്തും വിജയിക്കാൻ സാധ്യമാകും. സഹോദരങ്ങളെ, നമ്മൾ വളർത്തിയെടുക്കുന്ന മക്കളുണ്ടല്ലോ, നമ്മളെങ്ങാനും മരണപ്പെട്ടാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ലാഹുവേ എന്റെ ഉമ്മക്കും ഉപ്പക്കും നീ പുറത്തു കൊടുക്കണേ, റബ്ബന ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, എന്നോട് ചെറുപ്പത്തിൽ കരുണ കാണിച്ചതുപോലെ അവരോട് നീ കരുണ കാണിക്കണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഉതകുന്ന മക്കളെയാണോ നമ്മൾ സഹോദരങ്ങളെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്? എങ്കിൽ പ്രവാചകൻ പറഞ്ഞ 3 കാര്യങ്ങൾ ബാക്കിയാകുമെന്ന് പറഞ്ഞില്ലേ? എല്ലാതും മുറിഞ്ഞു പോകും. സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സദഖ, അതുപോലെ തന്നെ ഇൽമു യുൻതഫഉ ബിഹി, ഉപകാരപ്രദമാകുന്ന അറിവ്, മൂന്നാമത് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. അതുകൊണ്ട് മതവിദ്യാഭ്യാസം നമ്മൾ നൽകുക. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, മദ്യം തിന്മകളുടെ മാതാവാണ്. ലാ തശ്രിബൽ ഖംർ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർർ, കള്ള് നിങ്ങൾ കുടിക്കരുത്, അത് തിന്മകളുടെ താക്കോലാണെന്ന അറിവ് നമ്മൾ മക്കൾക്ക് പകർന്നു കൊടുത്താൽ ഒരിക്കലും അവർ ലഹരിക്കടിമയാകുകയില്ല. നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചേച്ചവൻ അല്ലാഹു നോക്കുകയില്ല. ആ ഭാഗം നരകത്തിലാണെന്ന അറിവ് നമ്മുടെ പുരുഷന്മാരായ മക്കൾക്കുണ്ടെങ്കിൽ അവരൊരിക്കലും നിര്യാണിക്ക് താഴെ പാന്റ് ധരിക്കുന്ന ആളുകളായി മാറൂല. മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഒരു സ്ത്രീയുടെ ഔറത്താണെന്ന് നമ്മുടെ മക്കൾക്ക്, പെൺമക്കൾക്ക് അറിയുമെങ്കിൽ ഒരിക്കലും അവരുടെ ഔറത്ത് അന്യ പുരുഷന്മാർക്ക് അവർ വെളിവാക്കി കൊടുക്കൂല. ഇതില്ലാതെ പോകുന്നതാണ് പ്രശ്നം. സത്യവിശ്വാസികളായ ആണുങ്ങളോട് നിങ്ങൾ പറയണം, അവരുടെ കണ്ണ് ദൃഷ്ടി താഴ്ത്താൻ ഒരു പെണ്ണിനെ കാണുമ്പോൾ നോക്കുകയില്ല. ആ അറിവുണ്ടെങ്കിൽ സത്യവിശ്വാസികളായ സ്ത്രീകളോട് പറയണം നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്താൻ. 2 കൂട്ടരോടും പറഞ്ഞിട്ടുണ്ട്. 2 കൂട്ടരോടും പറഞ്ഞിട്ടുണ്ട്. ഒരു പുരുഷനെ കാണുമ്പോൾ ഒരു സ്ത്രീ നോക്കുകയില്ല. لا يخلون امرأة لا يخلون رجل بامرأة فإن الشيطان ثالثهما, ഒരു സ്ത്രീയും പുരുഷനും ഒറ്റക്കാകാൻ പാടില്ല. മൂന്നാമതായി പിശാച് വരും. അത് കോളിലൂടെ ആയാലും ചാറ്റിലൂടെ ആയാലും ഡയറക്റ്റ് ആയാലും അവിടെ മൂന്നാമനായി പിശാച് ഉണ്ടാകുമെന്ന അറിവുണ്ടെങ്കിൽ നമ്മുടെ മകൾ ഒരുത്തന്റെ കൂടെ പോവുകയില്ല, നമ്മുടെ മകൻ ഒരുത്തിയുടെ കൂടെ പോവുകയില്ല. ആ അറിവ് അവർക്ക് കൃത്യമായി നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് നമ്മൾ 4ാമതായി ശ്രദ്ധിക്കേണ്ടത് അവർക്ക് യഥാർത്ഥ വിദ്യാഭ്യാസം, ആത്യന്തികമായ വിജയം നേടിയെടുക്കാൻ കാരണമാകുന്ന ഈ ഒരു അറിവ്, മതപരമായിട്ടുള്ള അറിവ് നമ്മുടെ മക്കൾക്ക് നൽകണം. ഇപ്പൊ 4 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾക്ക് നൽകിയത്. അതൊരു രക്ഷിതാവെന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അത് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ്. എങ്കിൽ നമ്മുടെ മക്കൾ സ്വാലിഹ്യങ്ങളായി മാറും. അല്ലാഹു അവരെ സ്വാലിഹ്യങ്ങളാക്കി മാറ്റുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ മക്കളെ എങ്ങനെ സ്വാലിഹീങ്ങളാക്കി മാറ്റാം, അതിനുള്ള നിർദ്ദേശങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു ഇഹലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളെ നൽകുമാറാകട്ടെ. ഇനി സാന്ദർഭികമായി നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില ദിവസങ്ങളിൽ രണ്ടാമത്തെ ഖുതുബയിലൊക്കെ സൂചിപ്പിക്കാറുണ്ട്. പള്ളിയിലേക്ക് നേരത്തെ വരുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ആളുകൾ വൈകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നേരത്തെ എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞു, അലാ തുസുഫൂന കമാ തുസുഫുൽ മലായികത്തു ഇൻദ റബ്ബിഹാ, നിങ്ങൾക്ക് മലായികത്തുകൾ റബ്ബിന്റെ അടുത്ത് സഫ് നിൽക്കുന്നത് പോലെ സഫ് നിന്നൂടെ? അപ്പോ അവര് പറഞ്ഞു, എങ്ങനെയാണ് മലായികത്തുകൾ റബ്ബിന്റെ അടുത്ത് സുഫ് നിൽക്കല് നബിയെ? അപ്പൊ പറഞ്ഞു കൊടുത്തു, അവരാദ്യ സുഫ് പൂർത്തീകരിക്കുന്നവരും സുഫിൽ ചേർന്ന് നിൽക്കുന്ന ആളുകളുമാണ്. ഇതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. കാരണം ഇത് എന്നും ചെയ്യുന്ന വിഷയമാണ്. പല ആളുകൾക്കും അതിൽ അബദ്ധം സംഭവിക്കാറുണ്ട് എന്നതുകൊണ്ടാണ് പറയാൻ ഉദ്ദേശിച്ചത്. പല ആളുകളും നമ്മുടെ പള്ളികളിലായാലും ഇപ്പൊ തന്നെ നോക്കും, നമ്മുടെ സൊഫുകളൊന്നും ക്ലിയർ അല്ല. പല ആളുകളും ബാക്കിലിരിക്കുന്നുണ്ട്. ആരും കുറ്റപ്പെടുത്തല്ല കേട്ടോ, ശാരീരികമായി വയ്യാത്ത ആളുകൾക്ക് ഇരിക്കാം. ആ സൊഫിനിടയിൽ ഒരുപാട് വിടവുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എന്ന് സത്യവിശ്വാസികളുടെ ഒരു വിശേഷണം. ആദ്യ സൊഫ് പൂർത്തീകരിക്കുന്ന ആളായിരിക്കും. അത് പള്ളിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മൾ ഓരോ ആളുകളും വരുന്നതിനനുസരിച്ച് അങ്ങനെ ഫില്ല് ചെയ്ത് പോകണം. അത് ഇവിടെ മാത്രമല്ല, ഒരു നിക്കാഹിന്റെ സദസ്സ്, കല്യാണ സദസ്സ്, എവിടെ ഒരു സദസ്സാണെങ്കിലും അതിന്റെ ഭംഗി എന്ന് പറയുന്നത് ആദ്യ സൊഫ് അങ്ങനെ പൂർത്തീകരിച്ചു പോകലാണ്. പുരുഷന്മാരതില് ഏറ്റവും ഹൈറായ സൊഫ് ആദ്യത്തേതാണ്. പിന്നെ പറഞ്ഞു ഏറ്റവും മോശമായത് അവസാനത്തതാണ്. മോശം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതിഫലം കിട്ടാതിരിക്കൂല കേട്ടോ, കാറ്റഗറി ഇങ്ങനെ കുറഞ്ഞു പോകും. പിന്നെ പറഞ്ഞു ഒന്നാമത്തെ സൊഫിന്റെയും ബാങ്ക് കൊടുക്കുന്നതിന്റെയും പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ നറുക്കിടുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, അത്രയും പ്രാധാന്യമുണ്ട് ബാങ്ക് കൊടുക്കുന്ന വിഷയം, ഇഖാമത്ത് കൊടുക്കുന്ന വിഷയം. അതുപോലെ ആദ്യ സൊഫിൽ എത്തിപ്പെടുക. ഇത് രണ്ടിന്റെയും പ്രാധാന്യം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ മത്സരിക്കും, നിങ്ങൾ നറുക്കിട്ട് അത് സെലക്ട് ചെയ്യുന്നവർ. അതാണ് സൊഫിന്റെ വിഷയത്തിൽ ഒന്നാമത്തത് കേട്ടോ. ആദ്യ സൊഫ് നമ്മൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തത് സൊഫിന് നമ്മൾ ചേർന്ന് നിൽക്കുക. അത് പല ആളുകളും നമസ്കരിക്കുന്ന സമയത്ത് അടുത്ത് ചേർന്ന് നിൽക്കാൻ പല ആളുകൾക്കും മടിയാണ്. പരസ്പരം കാലുകൾ ചേർത്ത് വെക്കാൻ, ഇങ്ങോട്ട് വെക്കുമ്പോ ഇങ്ങോട്ട് വലിക്കും. ഒരുതരം വസ്വാസ്, പൈശാചികമായ ഒരു സ്വഭാവമാണത്. കാലുകൾ അടുത്ത് വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ കാലിന്റെ മുൻഭാഗമല്ല സമപ്പെടുത്തേണ്ടത്. പല ആളുകളും അങ്ങനെ ചെയ്യാറുള്ളത്. എന്നിട്ട് ബാക്കിൽ മടമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുണ്ടാകും. മടമ്പുകളാണ് നിങ്ങൾ ശരിപ്പെടുത്തേണ്ടത്, മുൻഭാഗമല്ല. അത് കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ സൊഫുകൾ ചേർന്ന് നിൽക്കണം. അടുത്ത് നിൽക്കണം. ഷോൾഡർ പരസ്പരം ചേർന്ന് നിൽക്കണം. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അല്ലാഹു തന്നെയാണ് സത്യം. പിശാച് ആ സൊഫിനിടയിലൂടെ പ്രവേശിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്.
അപ്പോഴാണ് നിസ്കാരത്തിൽ ഓരോ ചിന്തകളും കാര്യങ്ങളൊക്കെ ഓടി വരിക. ആ സഫ് അടുത്തിരിക്കണം. തറാസൗ വഅതദിലു അഖീമു സുഫൂഫകും വതറാസൗ വസദ്ദു അൽ ഖലൽ. ഹറമിലൊക്കെ നമസ്കാരത്തിന് മുന്നേ ഇങ്ങനെ അനൗൺസ് ചെയ്യും, സഫ് ശരിയാക്കണം, സഫ് ശരിയാക്കണം. കാരണം എന്താണെന്നറിയോ? സവ്വു സഫൂഫകും, നിങ്ങൾ നിങ്ങളുടെ സഫ് ശരിയാക്കണം. അത് നമസ്കാരത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. ഒരു ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കുക. അനസ് റളിയല്ലാഹു അൻഹു, പ്രവാചകൻ മരണപ്പെട്ടതിന് ശേഷം നാടുവിടുക, പ്രവാചകൻ ഇല്ലാത്ത മദീന എനിക്ക് വേണ്ട. അങ്ങനെ വേറൊരു നാട്ടിൽ ചെന്നു. ഒരു നമസ്കാരത്തിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അവിടെ ആളുകൾ ചോദിക്കുകയാണ്, പ്രവാചകന്റെ അടുത്ത് നിന്ന് ദീന് പഠിച്ച സഹാബിയല്ലേ, ആളല്ലേ, ഞങ്ങളിൽ കണ്ട ഒരു തെറ്റെന്താണെന്ന് ചോദിച്ചപ്പോ ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തതെന്നറിയോ? നിങ്ങൾ നമസ്കാരത്തിന് സൊഫ് നിൽക്കുന്നത് ശരിയായിട്ടില്ല. നമസ്കാരത്തിന് സൊഫ് നിന്നത് ശരിയായിട്ടില്ല. അദ്ദേഹം ആദ്യമായിട്ട് അനസ് പറഞ്ഞു കൊടുക്കുന്ന കാര്യം അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമസ്കരിക്കുമ്പോ പരസ്പരം ചേർന്ന് നിൽക്കുക, അതുപോലെ തന്നെ മടമ്പുകൾ ശരിയാക്കുക, ആരും അകന്ന് നിൽക്കാൻ പാടില്ല. അതങ്ങനെ എല്ലാ ചില പള്ളികളിലൊക്കെ കയറി കഴിഞ്ഞാല് എത്രയോ ഗ്യാപ്പ് ഉണ്ടാവും രണ്ടാളുകൾക്കിടയിൽ. അത് പാടില്ല എന്നുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായ മക്കളാക്കി മാറ്റുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചും പ്രതിഫലം ആഗ്രഹിച്ചും നാം നിർവഹിക്കുന്ന അമലുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു الدعوات ويا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ادخلنا الجنة. اللهم اجرنا واجر والدينا من النار. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.